ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ +1 ബയോളജി സയൻസ് എടുത്തു വരുന്ന കുട്ടികൾക്കൊക്കെ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലെ. ബയോളജി സയൻസ് ആവട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആവട്ടെ, നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ട്സും അതുപോലെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാ ചെയ്യേണ്ടത്, 10th പോലെയാണോ +1, ഇനി ഒത്തിരി മാറ്റമുണ്ടോ, ഇങ്ങനെ 100 ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് മിസ്സിന് 100% ഉറപ്പാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. ബാക്കി നമുക്ക് പോകെ പോകെ സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ +1 സിലബസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അല്ലെ. സിലബസ് മാറാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഏതാണെങ്കിലും നമ്മുടെ മെയിൻ സബ്ജക്ട്സിന്റെ സിലബസ് ഒന്നും ഇത്തവണ പ്രസന്റ്ലി മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല. നമുക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു സെയിം സിലബസ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ബയോളജിയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും കുറച്ച് ഡിലീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് കുറെ ഭാഗങ്ങൾ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ആ ഡിലീറ്റഡ് ടോപ്പിക്സ് അതുപോലെ തന്നെ മീൻസ് നമുക്ക് പഠിക്കേണ്ട ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മുടെ ഈ ഒരു സിലബസിലും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇനി വരും വർഷങ്ങളിൽ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഓൾറെഡി അതിന്റെ ഡിസ്കഷൻ ഒക്കെ ഉണ്ട് അല്ലെ, നിങ്ങളത് പലയിടത്തും കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ സിലബസ് ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ചാൻസസും അതിന്റെ കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പക്ഷെ പ്രസന്റ്ലി ഈ വർഷം നിങ്ങൾ ഈ ഒരു സെയിം സംഭവം തന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതൊരു ഡൗട്ടാണ്, പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ചില സബ്ജക്ട്സിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജസിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ കൺഫർമേഷൻ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു ടൈമിലേക്ക് നമ്മൾ അതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം തരുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ബയോളജിന്റെ കേസ് വരികയാണെങ്കിൽ, ഈ ബയോളജി സയൻസ് എടുത്ത കുറെ പേരുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് ബയോളജി. ഓക്കെ, അതായത് 10th നമുക്ക് ബയോളജിക്ക് A+ കിട്ടിയത് കൊണ്ട് നമ്മൾ +1 ബയോളജി എടുക്കാം എന്ന് വിചാരിച്ച ആരും ബയോളജി എടുക്കരുത്. കാരണം കമ്പ്യൂട്ടർ IT ഭയങ്കര സിമ്പിൾ ആണ്. പക്ഷെ കമ്പ്യൂട്ടർ എന്താണ്, ചിലർക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുറെ പഠിക്കാൻ ഉണ്ടാവുക, അങ്ങനെയുള്ള ഡൗട്ടിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കില്ല. അതിന് പകരം ബയോളജി സയൻസ് എടുക്കുന്ന കുറച്ച് പേരുണ്ട്. ഓക്കെ, അവരോട് മിസ് പറയുകയാണ്, നിങ്ങൾക്ക് റിയൽ ആയിട്ട് ബയോളജിനോട് ഒരു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ബയോളജി എടുക്കാൻ പാടുള്ളൂ. കാരണം 10th വരെ ഇപ്പൊ നമ്മൾ എന്താണ് ബയോളജി എന്നുള്ള ഒറ്റ സിംഗിൾ സബ്ജക്റ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. പക്ഷെ +1 എത്തുമ്പോഴത്തേക്കും നമ്മുടെ ബയോളജി ഒന്ന് സ്പ്ലിറ്റ് ആവും. ഓക്കെ, സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് 2 സബ്ജക്ട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ ബോട്ടണി ഉണ്ട്, അതുപോലെ തന്നെ സുവോളജി ഉണ്ട്. ബോട്ടണി ഉണ്ട്, അതുപോലെ തന്നെ സുവോളജി ഉണ്ട്. ഓക്കെ, അങ്ങനെ 2 സബ്ജക്ട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. രണ്ടും എന്താണ് സെപ്പറേറ്റ് ടീച്ചേഴ്സ് ആണ് എടുക്കുന്നത്. രണ്ടിനും എന്താണ് സെപ്പറേറ്റ് എക്സാം ആയിരിക്കും. അതായത് എക്സാം ഒരുമിച്ച് നടക്കുമെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ എല്ലാ മാറ്റങ്ങളും എന്താണ് +1 കയറുമ്പോൾ ബയോളജിയിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ +1 ബയോളജി അത്യാവശ്യം നല്ല പോലെ കോണ്ടന്റ് നമുക്ക് പഠിക്കാനുണ്ട്. ബോട്ടണിയിലും അത്യാവശ്യം ചാപ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സുവോളജിയിലും അത്യാവശ്യം ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഒത്തിരി കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യാനും കുറെ പുതിയ ടേംസ് ഒക്കെ മനസ്സിലാക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്രയും ഇഷ്ടമുണ്ട് ആ സബ്ജക്റ്റിനോട്, അല്ലെങ്കിൽ നമുക്ക് നീറ്റ് ഒക്കെ ക്രാക്ക് ചെയ്യണം, അല്ലെ ഭാവിയിൽ മെഡിസിൻ ഫീൽഡിലേക്കൊക്കെ പോകണം, അങ്ങനെയൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്താണ് കൃത്യമായിട്ട് ബയോളജി എടുക്കുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ട് എങ്കിൽ നിങ്ങൾ ഓപ്ഷൻ ചേഞ്ച് ചെയ്യുക. ഓക്കെ, അതാണ് ഫസ്റ്റ് മിസ്സിന് പറയാനുള്ളത്. ഇനിയിപ്പം ബയോളജി എടുത്തു പോയി വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നോ വറീസ്, നമുക്ക് സെറ്റ് ആക്കാം. നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട, നമുക്ക് പഠിച്ചെടുക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത്രയും ടഫ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. നമുക്ക് ക്രാക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളും മാത്രമേ ഈ പറഞ്ഞ +1 +2 ഉള്ളൂ. അതായത് 10th വരെ നമ്മൾ പഠിച്ച 7 തൊട്ടിട്ട് 10 വരെ നമ്മൾ പഠിച്ച കുറെ ചാപ്റ്റേഴ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ +1 +2 പഠിക്കാൻ പോകുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, കുറച്ചുകൂടി ഡീപ്പ് ആയിട്ട് എന്താണ് നമ്മൾ +1 +2 പഠിക്കും. ഓക്കെ, ഇതിന്റെ ഒരു ബാക്കി ഭാഗമാണ് നമ്മൾ മെഡിസിൻ ഒക്കെ പോകുമ്പോൾ പഠിക്കുന്നത് അല്ലെ. സുവോളജിന്റെ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ബാക്കി ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെഡിസിൻ ഒക്കെ പോകുമ്പോൾ പഠിക്കുന്നത് അല്ലെ. മെഡിക്കൽ ഫീൽഡ് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പലതരത്തിലുള്ള മെഡിക്കൽ ഫീൽഡ്സ് ഉണ്ട് അല്ലെ. ഡോക്ടേഴ്സ് മാത്രമല്ല, അല്ലാണ്ട് ഒത്തിരിയേറെ ഫീൽഡ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് അല്ലെ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർ, ഇപ്പൊ നഴ്സിംഗ് ആവട്ടെ, അല്ലാണ്ട് പലതരത്തിലുള്ള കോഴ്സസ് ഉണ്ട്. അതിൽ ഏതിലും നിങ്ങൾ ഓപ്റ്റ് ചെയ്യാനാണെങ്കിലും നിങ്ങൾ ബയോളജി സയൻസ് തന്നെ എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു +1 ബയോളജിയിൽ ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് പഠിക്കാൻ, ഓരോ ചാപ്റ്റേഴ്സിന്റെ ആ ഒരു പെർട്ടിക്കുലർ വെയിറ്റേജ്, ഇതിനെക്കുറിച്ചൊക്കെ ഓവറോൾ ആയിട്ട് മിസ് ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു തരാം. ബാക്കി നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോഴും ഓരോ ക്ലാസ്സസ് കഴിയുമ്പോഴൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്
മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഓരോ +1 ചാപ്റ്റേഴ്സ് കാണാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലിവിംഗ് വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ആ ചാപ്റ്റർ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പിന്നെ നമുക്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പിന്നെ പ്ലാന്റ് കിങ്ഡം. അപ്പൊ ഇവിടെ ലിവിംഗ് വേൾഡും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും അധികം ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ല, രണ്ടും മീൻസ് കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് പ്ലാന്റ് കിങ്ഡം, പിന്നെ ആനിമൽ കിങ്ഡം, പിന്നെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സും അതുപോലെ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സും, അങ്ങനെ 2 ടോപ്പിക്സ് ഉണ്ട്. പിന്നെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്, അതിലൊക്കെ കുറെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത്. പിന്നെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, പിന്നെ ബയോമോളിക്യൂൾസ്. ഇതാണ് മേജർ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. ഇതിൽ ലിവിംഗ് വേൾഡും അതുപോലെ തന്നെ ആനിമൽ കിങ്ഡം, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്, ബയോമോളിക്യൂൾസ്, ഇതൊക്കെ ഏതാണ്? സുവോളജി ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ, പിന്നെ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, അതുപോലെ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഈ ചാപ്റ്റേഴ്സും ഏതിൽ വരുന്നു? നമ്മുടെ ബോട്ടണിയിൽ വരുന്നു. ഇനി അടുത്ത ചാപ്റ്റേഴ്സ് ആണ് ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, പിന്നെന്താണ് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദിയർ എലിമിനേഷൻ, then locomotion and movement, neural control and coordination, അതുപോലെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. ഇത്രയും ചാപ്റ്റേഴ്സ് ഏതിലാണ് വരുന്നത്? നമ്മുടെ സുവോളജിയിലാണ് വരുന്നത്. അപ്പൊ ടോട്ടൽ എന്താണ്? നമുക്ക് 22 ചാപ്റ്റേഴ്സോളം ഏതിൽ പഠിക്കാനുണ്ട്? +1 ബയോളജിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അത്യാവശ്യം നല്ല കോണ്ടന്റ് ഉണ്ട്. സുവോളജിയിലും നല്ല കോണ്ടന്റ് ഉണ്ട്, ബോട്ടണിയിലും നമുക്ക് +1 കോണ്ടന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിനനുസരിച്ച് ബയോളജി സ്കിപ്പ് ചെയ്യാണ്ട്, അതായത് നമ്മൾ പലപ്പോഴും വിചാരിക്കും ബയോളജി വളരെ എളുപ്പമുള്ള സബ്ജക്റ്റ് അല്ലേ, നമുക്ക് മെല്ലെ പഠിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം, ലാസ്റ്റിലേക്ക് പഠിക്കാം എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവസാനമാകുമ്പോൾ മക്കളെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പൊ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ബയോളജിയും കൃത്യമായി തന്നെ പഠിച്ചു പോവാ. ഓക്കെ, ബയോളജിയിൽ തന്നെ +1 +2 ഫെയിൽ ആവുന്ന കുട്ടികൾ വരെ ഉണ്ട്. അത് എന്തുകൊണ്ടാ? കാരണം അവർ കറക്റ്റ് ആയിട്ട് പഠിക്കില്ല. അവസാനം നമുക്ക് ഈ ടേംസ് എല്ലാം കൂടെ ബൈ ഹാർട്ട് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ബയോളജി ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയമായിരിക്കില്ല. ഓക്കെ, പിന്നെ രണ്ടിലും നമുക്ക് പ്രാക്ടിക്കൽസ് ഉണ്ടാവും. 2 സെപ്പറേറ്റ് പ്രാക്ടിക്കൽസ് ആയിരിക്കും. ബോട്ടണിന്റെ പ്രാക്ടിക്കൽ ഉണ്ടാവും, നിങ്ങൾക്ക് സുവോളജിന്റെ പ്രാക്ടിക്കൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചാപ്റ്റേഴ്സും അവരുടെ ആ ഒരു സ്കോർ വെയിറ്റേജ് നമുക്ക് പെട്ടെന്നൊന്നും ഒരു ഓവറോൾ വ്യൂ തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഒരു 3 മാർക്ക് ക്വസ്റ്റൻ ഒക്കെയാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളത്. പിന്നെ പ്ലാൻ കിങ്ഡത്തിൽ നിന്ന് ഒരു 2 മാർക്ക് ടു ഒരു 4 മാർക്ക് വരെയൊക്കെ പോവാറുണ്ട് കേട്ടോ. ഒരു 4 മാർക്ക് വരെയൊക്കെ പ്ലാൻ കിങ്ഡത്തിൽ നമ്മളോട് ചോദിക്കാറുണ്ട്. ദെൻ മോർഫോളജി, അതും എന്താണ്, ഒരു 3 to 4 മാർക്ക്. ദെൻ അനാറ്റമിന്ന് നമ്മൾ 3 to 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും കാണാറുള്ളത്. പിന്നെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫും സെൽ സൈക്കിളും സെൽ ഡിവിഷൻ, ഇതിന്റെ അകത്തുനിന്ന് രണ്ടിലും കൂടെ കൂടിയിട്ട് ഏകദേശം ഒരു 7 to 8 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കാണാം. ദെൻ ഫോട്ടോസിന്തസിസിൽ നിന്ന് 5 മാർക്ക്, 5 to 6, ഇടയ്ക്ക് 7 വരെയൊക്കെ പോവാറുണ്ട്. ആ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, അതുപോലെ തന്നെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. ഈ 2 ചാപ്റ്റേഴ്സും അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണെന്ന് തന്നെ മിസ് പറയും. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനും ഉണ്ട്. ഓക്കെ, അതിൽ നിന്നും ഒരു 4 to 5 മാർക്ക് അല്ലെങ്കിൽ 5 to 6 മാർക്ക് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് വരാറുണ്ട്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ്, അതിനകത്ത് കുറെ ഭാഗങ്ങൾ ഇപ്പം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ഒരു 4 മാർക്ക് വരെയൊക്കെ ചോദിക്കാറുണ്ട്. അതാണ് ഓവറോൾ ബോട്ടണി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത്യാവശ്യം ചാപ്റ്റേഴ്സ് ഉണ്ട് പഠിക്കാൻ അല്ലെ. ഇനി സുവോളജി നോക്കുകയാണെങ്കിൽ സുവോളജിന്റെ ചാപ്റ്റേഴ്സ് ലിവിംഗ് വേൾഡിന്റെ അകത്തുനിന്ന് 1 മാർക്ക് ഒക്കെ ഉള്ള സിമ്പിൾ ചാപ്റ്റർ ആണ്, ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, ലിവിംഗ് വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സാധാരണ സുവോളജിയിലാണ് വരാറ്. പിന്നെ ആനിമൽ കിങ്ഡം, അതുപോലെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇതിൽ ആനിമൽ കിങ്ഡം ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റേജ് ഓഫ് മാർക്സ് വരാറുണ്ട്. ദെൻ വി ഹാവ് ബയോമോളിക്യൂൾസ്, ദെൻ ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ബോഡി ഫ്ലൂയിഡ്സ്, പിന്നെ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദർ എലിമിനേഷൻ, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് ഒരു 3 to 4 മാർക്കാണ് ചോദിക്കാറുള്ളത്. അതിങ്ങനെ മാറി മാറി വരും. ഒരു തവണ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 3 മാർക്സ് വന്നു കഴിഞ്ഞാൽ അടുത്ത തവണ ചിലപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് ഒരു 4 അല്ലെങ്കിൽ ഒരു 5 മാർക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് ഏകദേശം ഒരേപോലത്തെ വെയിറ്റേജ് ആണ്, ഒരേ സെയിം പെർസെൻറ്റേജ് ആണ്
ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് യൂഷ്വലി ചോദിക്കാറുള്ളത്. എല്ലാ ചാപ്റ്ററിലും നമുക്ക് അത്യാവശ്യം കോണ്ടന്റ്സ് പഠിക്കാനുണ്ട്. അതിൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസ് എന്ന് മാത്രമാണ് വളരെ ചെറിയ ടോപ്പിക്സ് ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളൂ. അതിൽ നിന്ന് 2 മാർക്കാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ബാക്കി ചാപ്റ്റേഴ്സിലൊക്കെ അത്യാവശ്യം കോണ്ടന്റ്സ് ഉണ്ട്. ഓക്കെ, ഡിലീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും അതിന്റെ ഇടയിലൂടെയൊക്കെ ഉണ്ട്. അങ്ങനെ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ +1 ബയോളജിയിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ കൃത്യമാക്കി മീൻസ് കൃത്യമായിട്ട് തുടക്കം തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കില്ല. 30 മാർക്സ് ആണ് ഒരു സബ്ജക്റ്റിന് വരുന്നത്. ബോട്ടണിയിൽ 30 മാർക്സും അതുപോലെ തന്നെ എന്താണ് സുവോളജിയിൽ 30 മാർക്സും. ഓക്കെ, അങ്ങനെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും എന്താണ് റിസൾട്ടിൽ അവസാനം വരുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ കൂടുതൽ ഇന്റേണൽസും അതുപോലെ തന്നെ എന്താണ് പ്രാക്ടിക്കൽസിന്റെ മാർക്കും കൂടെ ആഡ് ചെയ്യും. അങ്ങനെ +2 നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ടോട്ടൽ മാർക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിൽ നിങ്ങൾക്ക് പേടിക്കാൻ മാത്രം ഒന്നും ബയോളജി ഇല്ല. പക്ഷെ എങ്കിലും നിങ്ങൾ കുറച്ചൊന്ന് കെയർഫുൾ ആയിട്ട് കൃത്യമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കി തുടക്കം തൊട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. കാരണം ഒത്തിരി കോണ്ടന്റ്സ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാനുണ്ട്. ഇനി നീറ്റിന് എഴുതാൻ താല്പര്യമുണ്ട് അങ്ങനെ മനസ്സിലുള്ള കുട്ടികളാണ് എങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നെ ഇപ്പോഴേ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, കാരണം നമ്മുടെ നീറ്റിന്റെ ആ ഒരു റാങ്ക് ഡിസൈഡിങ് സബ്ജക്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ബയോളജി തന്നെയായിരിക്കും അല്ലെ. ബയോളജിയിൽ മാക്സിമം നമ്മൾ മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കി സബ്ജക്ട്സിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാലും നമുക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ +1 നിങ്ങൾക്ക് ഈ കോഴ്സ് കുറച്ചും കൂടെ സിംപ്ലർ ആക്കാൻ വേണ്ടിയിട്ട് ഇതിനോടൊന്ന് അഡാപ്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് വളരെ ചുരുങ്ങിയ പൈസയ്ക്ക് 199 രൂപയ്ക്ക് ഒരു 35 hours ഒരു സിംഗിൾ സബ്ജക്ട് എന്ന രീതിയിലാണ് നമ്മൾ ഇത് കറക്റ്റ് മീൻസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സിംഗിൾ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് PYQs ഉണ്ടാവും, അതുപോലെ NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. NCERT എല്ലാ ടോപ്പിക്സും നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്യും. ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമുക്കൊരു 35 hours ആണ് വരുന്നത്. അത് കൂടാണ്ട് നമ്മുടെ ലാബും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കാണുന്ന ആ ഒരു നമ്പറിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനിയും നമുക്ക് ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും അതുപോലെ ഡീറ്റെയിൽസും ഡിസ്കഷൻസും ഒക്കെ ആയിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ആൻഡ് ബൈ ബൈ.